ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇന്നതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഇന്ന് ഈ യൂണിറ്റ് നമ്മൾ തീർക്കും. ഈ യൂണിറ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷനും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതും കൂടി കാണാൻ ശ്രമിക്കുക. കാരണം വൺ വേർഡ് ആൻസേഴ്സ് പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ നോട്ടൊന്നും ഞാൻ ഷെയർ ചെയ്യില്ല, പക്ഷേ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് അപ്ലോഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം 8 മനഃശാസ്ത്ര ഗവേഷണ ഉപാധന രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇനി അതുപോലൊരു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, ഒരു 7 കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ 15 കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്കൊന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഏതൊക്കെയാണ്? ആത്മനിഷ്ഠ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, അഭിമുഖം, സർവേ, ക്ലിനിക്കൽ മെത്തേഡ്, സോഷ്യോമെട്രിക് ടെക്നിക്ക്, പ്രക്ഷേപണ രീതി. ഇത്രയാണ് പഠിച്ചത്. അതിൽ സോഷ്യോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആൾക്കാരുടെ പേര്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ഇനി 9, 10 സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും, ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡും. ഇത് പരസ്പരം ചേർത്ത് വെച്ച് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്താണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്? ക്യുമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കറിയാം. ക്യുമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അക്യൂമുലേറ്റ് ചെയ്യുക, ഒരുമിച്ച് കൂടുക, ഇങ്ങനെ കൂടി കുന്ന് പോലെ ആവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് എന്താണ്? അപ്പോൾ ഡീറ്റെയിൽസിൻ്റെ ഒരു കുന്നായിരിക്കും അത്. അതായത് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ഈ രീതിയിൽ തുടർച്ചയായ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായൊരു റെക്കോർഡാണ് സഞ്ചിത രേഖ. അപ്പോൾ എന്താണ്? തുടർച്ചയായിട്ടൊരു കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിച്ചത് രേഖപ്പെടുത്തി വയ്ക്കുന്ന, എഴുതി വയ്ക്കുന്ന സമഗ്രമായ, അതാണ് ഇമ്പോർട്ടൻ്റ്, സമഗ്രമാണ്, അതിലെല്ലാം ഉണ്ടാവും. അങ്ങനൊരു റെക്കോർഡാണ് സഞ്ചിത രേഖ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഉപാഖ്യാന രേഖ എന്ന് വെച്ചാൽ, പക്ഷേ ഉപാഖ്യാന രേഖയിൽ അങ്ങനെ എല്ലാം കാണില്ല. പകരം കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും മാത്രം, അവിചാരിതമായി നമ്മൾ വിചാരിക്കാത്ത കുട്ടിയിൽ കാണുന്ന ചില പ്രത്യേകതകളും ചില പ്രത്യേക സംഭവങ്ങളും മാത്രം എഴുതി വയ്ക്കുന്ന ബുക്കാണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ്. ക്യുമുലേറ്റീവിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും, വിവരങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാകും. ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാകും. ഈ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടാം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പോയിന്റ് ഇട്ട് താഴെയായിട്ട് എഴുതിയാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അതെന്തൊക്കെയാണ്? കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ. അപ്പോൾ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയല്ലേ. കുട്ടിയുടെ മാനസികവും ശാരീരികവുമായുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അതിൻ്റെ പ്രത്യേകതകൾ, പഠനവും പഠനേതര മേഖലകളിലുള്ള കുട്ടിയുടെ താല്പര്യങ്ങൾ, സാമൂഹിക ബോധം, സാമൂഹിക പശ്ചാത്തലം, ഇനി മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് സഞ്ചിത രേഖ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുള്ള അനക്ഡോട്ടൽ റെക്കോർഡിങ്ങിൽ എന്തേ ഉണ്ടാവുള്ളൂ? അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അത് എന്തിനാണ് ഈ അനക്ഡോട്ടൽ റെക്കോർഡിങ്ങിനെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്? അത് കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതയിലേക്ക് വെളിച്ചം വീശുന്നു. കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതയിലേക്ക് വെളിച്ചം വീശുന്ന റെക്കോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അനക്ഡോട്ടൽ റെക്കോർഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും സഞ്ചിത രേഖയിൽ ക്യുമുലേറ്റീവ് റെക്കോർഡിലെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളു. അപ്പോൾ അതാണ് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ അനക്ഡോട്ടൽ റെക്കോർഡാണ്. ഇനി അതിനകത്ത് 3 കോളങ്ങളുണ്ടാവും ആ ബുക്കിനകത്ത്. ഒന്നിൽ പേരെഴുതാൻ, 2ാമത്തെ കോളം സംഭവ വിവരണം, നമ്മൾ പ്രത്യേകത ഉള്ള സംഭവങ്ങൾ മാത്രമല്ല എഴുതുള്ളൂ, അപ്പോൾ സംഭവ വിവരണം എഴുതാൻ, 3ാമത്തേൽ സംഭവ വ്യാഖ്യാനം എഴുതാൻ, ടീച്ചറിൻ്റെ ഒരു വേർഷനും കൂടി എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു കുട്ടി രാവിലെ സ്കൂളിൽ വന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ തന്നെ കൂടെ പഠിക്കുന്നൊരു കുട്ടിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന അധ്യാപകൻ കണ്ടു. അപ്പോൾ 1 സംഭവം, കുട്ടിയുടെ പേര് മീനു എന്ന് എഴുതുന്നു. സംഭവം വിവരണം, എന്താണ് അധ്യാപകൻ കണ്ടതെന്ന് എഴുതുന്നു. അടുത്ത ആ സംഭവത്തിൻ്റെ വ്യാഖ്യാനം, കുട്ടി ഇങ്ങനെ സഹായിച്ചു, അപ്പോൾ കുട്ടിയുടെ വൈകാരിക വികസനത്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞൊരു ഒരു വ്യാഖ്യാനം അപ്പുറത്ത് എഴുതുന്നു. ഇതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അത് കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തത് ചെക്ക് ലിസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിൽ. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും. ചെക്ക് ലിസ്റ്റിൻ്റെ മലയാളത്തിൽ ഒത്തുനോക്കൽ പട്ടിക എന്ന് പറയാം. അത് ഇമ്പോർട്ടൻ്റ് അല്ല, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒത്തുനോക്കൽ പട്ടികയെന്നും റേറ്റിംഗ് സ്കെയിലിന് നിർദ്ധാരണം മാപിനി എന്നുമാണ് പറയാറുള്ളത്. ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വാക്ക് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെക്ക് ലിസ്റ്റിന് ഒത്തുനോക്കൽ പട്ടിക എന്നും റേറ്റിംഗ് സ്കെയിലിനെ നിർദ്ധാരണമാപിനി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ ചെക്ക് ലിസ്റ്റ്? വ്യക്തിത്വ സവിശേഷതകളുള്ള വിവരങ്ങൾ
ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വിവരങ്ങൾ ലളിതമായി സ്വീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ഇനി ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സവിശേഷതയുടെ വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്താവനകൾ തയ്യാറാക്കി അവിടെ ഉണ്ട് ഇല്ല എന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്നു. വസ്തുതകൾ എത്രത്തോളം പ്രകടമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രകടമല്ല, എത്രത്തോളം ഇല്ല എന്ന് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവിടെ പേജ് 13 ചെക്ക് ലിസ്റ്റിൻ്റെ ചില സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ചോദിച്ചാൽ, ഇപ്പോൾ വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ഉദാഹരണമൊക്കെ എഴുതി വെച്ചാൽ പെട്ടെന്ന് മാർക്ക് കിട്ടും. ഇപ്പോൾ സാമ്പിൾ ഇപ്പോൾ ചെക്ക് ലിസ്റ്റിന് ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം, 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചാലകശേഷികൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ്. അപ്പോൾ മുകളിൽ എന്താണ്, കുട്ടിയുടെ പേര്, പിന്നെ നമ്പർ, പ്രസ്താവന, ശ്രമിക്കുന്നു, കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രസ്താവന എഴുതണം, അത്രേ ഉള്ളൂ. ഇനി 1 സ്ഥിരതയോടെ നടക്കുന്നു, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ നിങ്ങളുടെ പൂരിപ്പിക്കണമെന്നില്ല, ഡാഷ് ഇട്ടാൽ മതി. ഒരു 2-3 പോയിന്റ്, ഇപ്പോൾ ഓടുന്നു, അല്ല ഓടി വന്ന് കൃത്യമായി നിൽക്കാൻ പറ്റുന്ന അത്രയും മതി. അത് വെച്ചിട്ടൊരു ഉദാഹരണം, ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ നമുക്ക് ഈ സാധനം അറിയാം എങ്ങനെയാണെന്ന്. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭാഷാശുദ്ധിയോടെ അത് എഴുതി വെക്കണം എന്നേ ഉള്ളൂ. റേറ്റിംഗ് സ്കെയിൽ ഇതേ സെയിം സാധനം തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ച് റേറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് ഇതിലുള്ളത്. വേറെ ഒന്നുമില്ല, മറ്റേത് തന്നെയാണത്. ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി 3 മുതൽ 11 വരെ റേറ്റിംഗ് തലങ്ങളുള്ള വിവിധ റേറ്റിംഗ് സ്കെയിലുകളുണ്ട്. 3 മുതൽ 11 വരെ, 3ആണ് ഏറ്റവും ചെറുത്, 11 വരെയുള്ള റേറ്റിംഗ് സ്കെയിലുണ്ട്. അതിനകത്ത് 2 റേറ്റിംഗ് സ്കെയിലിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ചോദിക്കാറുണ്ട്, എക്സാമിന് 1 വേർഡിന് ചോദിക്കാറുണ്ട്. ലിക്കർട്ട് സ്കെയിൽ 5 പോയിൻ്റ് റേറ്റിംഗ് സ്കെയിലിന് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ താഴെ നിങ്ങൾക്കൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലിക്കർട്ട് സ്കെയിലാണെന്ന് പറയാം. അവിടെ 5 റേറ്റിംഗ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തേഴ്സ്റ്റൺ സ്കെയിൽ 11 പോയിൻ്റ് റേറ്റിംഗ് ഉള്ള തേഴ്സ്റ്റൺ സ്കെയിലും നമുക്ക് പ്രസിദ്ധമായ 2 സ്കെയിലുകളാണ്. ഏതൊക്കെയാണ്, ലിക്കർട്ട് സ്കെയിലും തേഴ്സ്റ്റൺ സ്കെയിലും. ലിക്കർട്ട് സ്കെയിൽ 5 പോയിൻ്റ് ആണ്, തേഴ്സ്റ്റൺ സ്കെയിൽ 11 പോയിൻ്റ് ആണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാഷാ വികസന ശേഷികൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റേറ്റിംഗ് സ്കെയിൽ. അപ്പോൾ മുകളിൽ കുട്ടിയുടെ പേര്, റേറ്റിംഗ്, നമ്മളവിടെ നേരത്തെ എന്താണ് എഴുതിയത്, പ്രസ്താവന എന്നാണ് എഴുതിയത്. ഇവിടെ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു കോളം തന്നെ ഉണ്ട്. ഈ ഭാഗത്ത് നമ്പർ, പ്രസ്താവന, റേറ്റിംഗ് താഴെ എഴുതി വയ്ക്കുക. എന്താണ്, വളരെ മികച്ചത്, മികച്ചത്, ശരാശരി, മെച്ചപ്പെടണം, ഏറെ മെച്ചപ്പെടണം. 5ൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. 5 എഴുതണമെന്നില്ല, 3 മുതൽ തുടങ്ങുമെന്നല്ലേ പറയാം. അപ്പോൾ 3 4 അല്ലെങ്കിൽ വളരെ മികച്ചത്, മികച്ചത്, മെച്ചപ്പെടണം, അങ്ങനെ എന്തെങ്കിലും എഴുതിയാലും മതി. എന്നിട്ട് ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും. ഈ റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ പ്രസ്താവനകൾ എഴുതുന്ന സമയത്ത് അത് എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. ചിലത് അനുകൂല പ്രസ്താവനകളും നമുക്ക് എഴുതാൻ പറ്റും, അതുപോലെ പ്രതികൂല പ്രസ്താവനകളും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എഴുതാം. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് ചോദ്യാവലിയാണ്, ക്വസ്റ്റ്യൻ എയറാണ്. നമുക്ക് അറിയാം എന്താണ് ക്വസ്റ്റ്യൻ എയർ എന്ന് വെച്ചാൽ എന്താണ്, ചോദ്യങ്ങളുടെ ഒരു കൂട്ടം. ആൻസർ ഉണ്ടോ, ആൻസർ വന്നാൽ അത് എന്തായി പോകും, ഇൻ്റർവ്യൂ ആയി പോകും. ചോദ്യങ്ങളുടെ ഒരു കൂട്ടം, അതായത് ദത്തശേഖരണത്തിന്, അതായത് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്, ഒരു മാർഗ്ഗമാണ് ചോദ്യാവലി എന്നുള്ളത്. ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദത്തശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ചോദ്യാവലി. ഇനി അത് എന്തിൻ്റെ ഗുണം എന്താണ്, താരതമ്യേന പ്രയാസം കുറഞ്ഞതാണ്, വേഗതയുണ്ട്, സമയലാഭമുണ്ട്. ഇനി ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ തയ്യാറാക്കാം, 2 തരത്തിൽ തയ്യാറാക്കാം. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി ആദ്യത്തേതിൽ പ്രതികരിക്കുന്നയാൾ ഇഷ്ടമുള്ള ഉത്തരം കൊടുത്താൽ മതി, തിരഞ്ഞെടുത്താൽ മതി. അതായത് വേറെ ഒന്നുമില്ല, ക്ലോസ്ഡ് എൻഡഡ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് മോഹൻലാലിനെയാണോ മമ്മൂട്ടീനെയാണോ പൃഥ്വിരാജിനെയാണോ ഇഷ്ടം. അപ്പം നമുക്ക് ഈ ഉത്തരം പറയേണ്ട ആളിന് 3 ഓപ്ഷനേ അവിടെ ഉള്ളൂ, മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. ഇതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ. അവിടെ എൻഡഡ് ആണ്, ആ 3-ൽ-1 നമുക്ക് സെലക്ട് ചെയ്യണം. ഇനി അല്ലാതെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്താണ്, പ്രതികരിക്കുന്ന ആൾക്ക് തനിക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകും. ഇപ്പോൾ നിങ്ങൾക്ക് മലയാള സിനിമയിൽ അതൊരു ക്ലോസ്ഡ് എൻഡഡ് ആണ്, കാരണം മലയാള സിനിമ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അഭിനേതാവ് ആരാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകുക. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അയാൾ ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാകും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യാവലിയിൽ ഇത് രണ്ടും ഉണ്ട്. ഇനി
അതാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ പിന്നെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, തൽക്കാലം ഞാനത് പറയുന്നില്ല. ഇനി 14-ാമത്തതാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് സ്റ്റഡിയും 15-ാമത്തെ ക്രിയാഗവേഷണം. ഇതും പ്രത്യേക തരത്തിൽ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ്. അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നത്തിനെ നമ്മൾ എടുക്കുക, അതിനെ നമ്മൾ കേസ് എന്ന് വിളിക്കാം. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രശ്നം, ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലൊരു കുട്ടിക്ക് മലയാളം സംസാരിക്കാൻ അല്ലെങ്കിൽ മലയാളം എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല, ബാക്കി വിഷയങ്ങളൊക്കെ കുട്ടിക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ മലയാളം എന്ന് പറയുന്നത് അതാണ് അവിടുത്തെ പ്രശ്നം, അതാണ് നമ്മുടെ കേസ്. ഇനി അതിനെ പറ്റിയിട്ട് ധാരാളമായിട്ട് പഠിച്ചിട്ട് നല്ല ആഴത്തിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ആ കുട്ടിയിൽ മലയാളത്തിൽ ഇമ്പ്രവൈസ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ വായിക്കാൻ അല്ലെങ്കിൽ മറ്റേ റീഡിങ് കാർഡുകൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് കോപ്പി എഴുതിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം, ആ കുട്ടിയെ മുന്നിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി എന്നുള്ളത്. ഇനി ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു പ്രത്യേക കേസിൻ്റെ, അതായത് മലയാളം പഠിക്കുക, അതിന് മാത്രമാണ് നമ്മൾ, ആ കുട്ടിക്ക് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, ആ കുട്ടിക്ക് എന്താണ് ചിലപ്പം ഒരു മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ തൽക്കാലം എടുക്കുന്ന ഏതൊരു ഭാഗത്തോ ഏത് കേസിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലായിരിക്കും നമ്മൾ പഠിക്കുക. ഇനി ഒരു കേസ് സ്റ്റഡിക്ക് നമുക്ക് കേസ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേസ് സ്റ്റഡിക്ക് ഒരു ഹോളിസ്റ്റിക് സമീപനം, ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ളതെന്ന് അർത്ഥം, ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളതെന്ന് പറയാം. നമുക്കിങ്ങനെ പോയിൻ്റായിട്ട് എഴുതുമ്പോൾ ഇതൊക്കെ എഴുതാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി. അതുപോലെ ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ കേസ് സ്റ്റഡിക്ക് ഒരു ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത്. ഇനി ഈ കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങൾ: 1 കേസ് തിരഞ്ഞെടുക്കൽ, 2 പരികൽപ്പന രൂപപ്പെടുത്തൽ ഹൈപ്പോത്തിസിസ്, അതുപോലെ സ്ഥിതി വിവര ശേഖരണം, പിന്നെ വിവരശേഖരണം കഴിഞ്ഞാൽ വിവര വിശകലനം, എപ്പോഴും അങ്ങനെയാണ്. പിന്നെ സമന്വയിപ്പിക്കൽ സിന്തസിസ്, പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. നമ്മൾ റിപ്പോർട്ടിനെ, ഇപ്പം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമല്ലോ, ഈ പ്രശ്നങ്ങൾ ഈ കുട്ടിക്കുണ്ട്, അതിന് മറുപടി ഈ കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കും. അപ്പോൾ ആ റിപ്പോർട്ടിനെ നമ്മൾ കേസ് ഹിസ്റ്ററി എന്നാണ് വിളിക്കുക. റിപ്പോർട്ടിനെ കേസ് റിപ്പോർട്ടെന്നോ കേസ് ഹിസ്റ്ററി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് തിരഞ്ഞെടുക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ, അതായത് ഹൈപ്പോത്തിസിസ്, അതായത് ഈ സംഭവം മലയാളം വായിക്കാൻ കുട്ടിക്ക് അറിയില്ല. അപ്പം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആ കുട്ടിക്ക് പിന്നെ മലയാള അക്ഷരങ്ങൾ അറിയാത്തത് കൊണ്ടാവും ചിലപ്പോൾ മലയാളം വായിക്കാൻ പറ്റാത്തത്, അങ്ങനെ നമ്മൾ വിചാരിക്കണം. അതിനെ നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കാം. അതുപോലെ സ്ഥിതി വിവര ശേഖരണം, വിവരം ശേഖരിച്ചു കഴിഞ്ഞാൽ അടുത്ത വിവര വിശകലനം. ഇത് വിവര വിശകലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സിന്തസിസ് അഥവാ സമന്വയിപ്പിക്കൽ, പിന്നെ പരിഹാര മാർഗ്ഗങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കൽ, അത് കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കൽ. ഇതിനാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്തായാലും എക്സാമിന് ചോദിക്കും. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണിത്. ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നാലും നമുക്ക് എഴുതാവുന്നതാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ് ആക്ഷൻ റിസർച്ച്. അതിൻ്റെ ആവിഷ്കർത്താവിൻ്റെ പേര് സ്റ്റീഫൻ എം കോറിയാണ് ആക്ഷൻ റിസർച്ചിൻ്റെ ആൾ, സ്റ്റീഫൻ എം കോറി. ഇനി സാധാരണ നടത്തുന്ന ഗവേഷണങ്ങളുടെ സാങ്കേതികതയോ വ്യതിചലിക്കാനാവാത്ത നിബന്ധനകളോ ഒന്നും ക്രിയാഗവേഷണത്തിലില്ല. അതിൻ്റെ പേര് എന്താണ്, ക്രിയാഗവേഷണം എന്നാണ്. ഗവേഷണം ചെയ്യാണ്, പക്ഷേ അധ്യാപകൻ ഗവേഷകനാണ്, ഗവേഷകൻ്റെ റോളിൽ അധ്യാപകൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ ഗവേഷണത്തിനുള്ള പോലെയുള്ള ടെക്നിക്കാലിറ്റീസ് ഒന്നും ഇതിന് ഇല്ല. ഇനി പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്കടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകൻ്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനത്തിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയൊരു ഡെഫിനിഷനാണ് അതിനുള്ളത്. പക്ഷേ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അതുകൊണ്ട് അത് തന്നെ പഠിച്ചു വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ, ക്ലാസ്സിൽ അധ്യാപകൻ ധാരാളം പ്രശ്നങ്ങൾ നേരിടും. ആ സമയത്ത് അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ആരെപ്പോലെ, അധ്യാപകനെ പോലെയല്ല, ഗവേഷകൻ്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനത്തിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അധ്യാപകർ ക്ലാസ്സിൽ ചെയ്യുന്ന ഗവേഷണത്തിന് വിളിക്കുന്ന പേരാണ് ക്രിയാഗവേഷണം. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിനും ഒരു ഘട്ടങ്ങളുണ്ട്. ക്രിയാഗവേഷണത്തിന് ഒത്തിരി ഘട്ടങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ചുരുക്കി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായി പഠിച്ചു വച്ചേക്കാം.
ഒന്ന് വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കൽ, അടുത്ത പരികൽപ്പനകൾ രൂപപ്പെടുത്തൽ. മറ്റേതിലുള്ളതുപോലെ തന്നെ മറ്റേതവിടെ കേസ് സ്റ്റഡിയിൽ എന്തായിരുന്നു? കേസ് തിരഞ്ഞെടുക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ. ഇവിടെ ക്രിയാഗവേഷണത്തിൽ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ, പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തൽ, സ്രോതസ്സുകളിൽ നിന്ന് വിവരം ശേഖരിക്കൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ തുടങ്ങിയ ഘട്ടങ്ങളാണ് ക്രിയാഗവേഷണത്തിൽ പാലിക്കപ്പെടുന്നത്. അവസാനം വിലയിരുത്തലാണെന്ന് ഓർത്തു വച്ചേക്കുക. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആക്ഷൻ റിസർച്ച് സൈക്കിൾ നിങ്ങളൊന്ന് റൗണ്ട് ഒന്ന് വരയ്ക്കുക. എന്നിട്ടതിൽ അതിൽ പ്ലാന്, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ് ഈ 4 പോയിന്റുകൾ മാത്രം എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. പ്ലാന്, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്. ഫസ്റ്റ് യൂണിറ്റിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.